ഇത് അതിഥിയാ കേട്ടോ. എവിടുന്ന് കയറി ഇത് ഇതിൻ്റെ അകത്ത്? എടാ അതിൻ്റെ തല അപ്പുറത്താ കേട്ടോ. ഇത് വാല, അയ്യോ നിലത്ത് വീണ് മുറിഞ്ഞു കേട്ടോ. നീ എന്ത് പിടിച്ചൊന്ന് ഇരുന്നോ ഉടനെ? ഇവിടെ ഇരുന്നു. കയറത്തില്ല, അവന് മനസ്സിലായി ഇത് അപകടമാണ്. ഇതാ വലിയ റോളൊന്നും വേണ്ട, നിന്നെ കൊണ്ടുവിടാം. ഗൈസ്, ഞങ്ങളുടെ ലുലുമോളിൽ കയറിയപ്പോൾ കണ്ടതാണ്, ദേഹത്തിരിക്കുകയാണ്. ഇനി ഇവനെ കൊണ്ട് വേറെ എവിടെയും വിടണം. കയ്യെ കടിക്കുന്നൊന്നുമില്ല. ഞാൻ പണ്ട് ഇതുപോലെ എനിക്ക് കിട്ടിയത് അതുപോലെ പച്ച പുഴുവൻ കിട്ടും. ഇങ്ങനെ ഉണ്ടോ? നീ റിമോ കൊടുക്കട്ടെ? കൊടുക്കേ പാപ്പ. പുഴു റെസ്ക്യൂ ഓപ്പറേഷനിലാണെന്ന് ഒരു പുഴു റെസ്ക്യൂ നടത്തിയിട്ടുണ്ട്. ലുലുമോളിനകത്ത് വന്നപ്പോഴാണ് ഈ പുഴുവിനെ കണ്ടത്. അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുപോയി നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള യജ്ഞത്തിലാണ്. ഇപ്പോൾ ഈ പുഴുവിനെ നമ്മൾ ലുലുവിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുഡ് കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല, പച്ചില കിട്ടത്തില്ല, പുല്ല് കിട്ടത്തില്ല. വായു കിട്ടും, പക്ഷെ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടൊരു പുഴുവിന് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ദേഹം മുറിഞ്ഞിട്ടുണ്ട്, കയ്യിലെല്ലാം ചിലവായി ഇത് ചത്തു പോകത്തേ ഉള്ളൂ. അറിയാം, നേരത്തെ എനിക്ക് തോന്നുന്നു പൊട്ടിയടാ ചത്തത്. തീർന്നു, ചാവാൻ പോവാ കണ്ടോ. എന്നാ ഇവിടെ കളഞ്ഞേക്കാം അല്ലേ? രക്ഷപ്പെടുത്തില്ല. പിന്നെ കളഞ്ഞേക്കാം, എന്നാലും പുറത്തു കൊണ്ട് കളയാം. പിന്നില്ല, അയ്യേ പൊട്ടിനി അത്. എന്നാലും പൊട്ടിയാലും കുഴപ്പമില്ല. വല്ല പ്രകൃതി ചികിത്സയോ വല്ലതും ഇതിനറിയാൻ രക്ഷപ്പെടുമായിരിക്കും. അതെ, പുറത്തു കൊണ്ട് കളയാം. നേരെ പോ. ഇത് ഓക്കെയാ കണ്ടോ? പുഴു പൊട്ടി കണ്ടോ, ചാവും അത്. പേടിച്ചിട്ടാണോ? അല്ലല്ല, എന്തോ പറ്റിയ പേടിച്ച് തൂറിയാന്ന് തോന്നുന്നു. അതായിരിക്കും മിക്കവാറും. നമുക്ക് പുറത്തായാലും കൊണ്ട് കളഞ്ഞിട്ട് വരാം. പുഴി ബച്ചാവോ, പുഴു ബച്ചാവോ അല്ല എന്താ? പുഴുവിനെ സേവ് പുഴു നമുക്കിത് അപ്പുറത്തെത്തിക്കാം. അതിന് കുറച്ചുകൂടി വല്ല പ്രകൃതി ചികിത്സ മറ്റോ ലഭിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും പ്രകൃതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗായ്സ്, പ്രകൃതി ചികിത്സയാണ്. നമുക്കതിനെ പ്രകൃതിയിലേക്ക് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. കയ്യിലെല്ലാം അഴുക്കായിട്ടുണ്ട്, നമുക്ക് ഇലയിൽ പിടിച്ചിട്ടുണ്ട്. നോക്കൂ തന്നെ, ഞാൻ നോക്കൂ. അത് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അത് രക്ഷപ്പെടുമായിരിക്കും. രക്ഷപ്പെട്ടാൽ അതിന് വെള്ളം അതൊക്കെ സൂം ചെയ്ത് കണ്ട ആള് വെറൈറ്റി ആണ്. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, അവൻ ചത്തു പോകത്തേ ഉള്ളൂ. രണ്ട് കണ്ണല്ലേ അത്? രണ്ട് കണ്ണല്ല, അതിന് ബാക്ക്, അത് ഫ്രണ്ടിലോട്ട് പോയി. ബാക്കിൽ കണ്ണുള്ളവനാണെന്ന് തോന്നുന്നു. ബാക്കണ്ണൻ, ആറാട്ടണ്ണൻ, ടൈഗറണ്ണൻ പിടിക്കുന്നത് ആണോ? കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വെച്ചോളൂ. നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഒരു നന്മ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്ന് ലുലുമോളിൽ അരങ്ങേറിയിരിക്കുന്നു. നിങ്ങൾ ഈ വിവരം അറിഞ്ഞോ എന്നെനിക്കറിയില്ല. ഇത് മാക്സിമം പുഴുക്കളിലെത്തിക്കാൻ നിങ്ങൾ ഷെയർ ചെയ്യണം. പുഴുക്കൾ ആരും തന്നെ മനുഷ്യരുടെ ദേഹത്ത് കയറി പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. അഥവാ അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ലുലുമോളിലേക്ക് വരുമ്പോൾ കയറി പോരെന്ന് പറയണം. മറ്റേതെങ്കിലും കാട്ടിലേക്കോ മേട്ടിലേക്കോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നാ പോ, കമോൺ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പുഴു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ www.charityWithClarity.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ട്രസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അതിൽ വന്ന് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. വാ, അവരുടെ പണി നടത്താം. ഫോളോ ചെയ്യണം കേട്ടോ. ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ ഫോളോ ചെയ്യണം നിങ്ങൾ. ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ പുഴുക്കളെ, പാമ്പിനെയും മറ്റ് പട്ടികളെയൊക്കെ മാത്രം സംരക്ഷിച്ചാൽ പ്രകൃതി സംരക്ഷണം ആകില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈച്ച, പുഴു, ചെലന്തി, പല്ലി എന്നിവകളെയൊക്കെ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം.
പിന്നെ www.charityWithClarity.com എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ചാരിറ്റി ട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. ഓക്കെ ഗായ്സ്, വീണ്ടും മറ്റ് പുഴുക്കളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഈച്ചകളുടെ ഇതിനെപ്പറ്റി ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബായ്, ഞാൻ ലുല്ലോട്ട് കയറുകയാണ് കേട്ടോ.